ഗൈസ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആണ്. നമുക്കിന്നൊരു ബംഗാളി ഡിഷ് ഉണ്ടാക്കിയാലോ. ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാലും ഞാനിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുവാണ്. അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വാ നമുക്ക് കാണാം. അതിലാദ്യം നമുക്ക് കുറച്ച് തൈര്, പിന്നെ വഴുതനങ്ങ ആണ് വേണ്ടത്. നമുക്കാദ്യം വഴുതനങ്ങ നുറുക്കി അരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് കീറിയതൊക്കെ എടുത്ത് പുരട്ടി നന്നായിട്ട് വെക്കുക. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് ഓരോ പാത്രത്തിലാക്കി മാറ്റുക. ഞാനിപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് മൊത്തം ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ഈ ഫ്രൈ ചെയ്ത വഴുതനങ്ങ നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചിരുന്ന തൈരിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഞാനിത് കൈ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് ഇപ്പം നല്ല ചൂടുണ്ടായിരുന്നു. നല്ല സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് മൊത്തം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അതൊരുവിധം നമ്മൾ മിക്സാക്കി സെറ്റാക്കി വെക്കുമ്പം നമ്മുടെ കറക്റ്റ് മോരുകറിയുടെ കൂട്ടാണ് ഇത്. വഴുതനങ്ങ മോരുകറി എന്നൊക്കെ പറയാം, ഇതൊരു ബംഗാളി ഡിഷ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. അതിന് മുൻപ് നമ്മളിതെല്ലാം ആദ്യമേ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടതുപോലെ നല്ല ചൂടായ എണ്ണയായിരിക്കും, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ചെറിയ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഇടാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വലിയ കുക്കിങ്ങൊന്നുമല്ല. ഇത് നമ്മൾ മുമ്പേ ഒഴിച്ച കറിയാക്കി മാറ്റി വച്ചിരിക്കുന്ന വഴുതനങ്ങ മോരുകറിയിലേക്ക് മിക്സ് ആക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം മാറ്റി വച്ചിരുന്ന വഴുതനങ്ങ അതിന് മുമ്പൊരു കാര്യമുണ്ട്. മുളക് പൊടി ഇടാൻ മറന്നുപോയിരുന്നു. കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക. അതിന് ശേഷമാണ് നമ്മൾ മാറ്റി വച്ചിരുന്ന വഴുതനങ്ങ മോരുകറി അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് തിളപ്പിക്കണ്ട. നമ്മുടെ മോര് കുറുക്കിയെടുക്കുന്ന ഒരു പരുവം അത്രയും മാത്രം മതി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മുഖവ്യത്യാസം കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. നല്ല പുളിയുള്ള മോരായിരുന്നുണ്ട്. നല്ല പുളിയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കറി. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതൊന്നുകൂടെ കാണിക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയുള്ള വീഡിയോ.